ഫ്രാൻസിൽ ഒരുപാട് ടാക്സുകളുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിയാലും അല്ലേ, തൈത് ഇല്ലെങ്കിൽ തെയ്ല്, ഇങ്ങനെ ഒരുപാട് ബാനുവിൽ നിന്ന് കുറേ ടാക്സുകളുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം ഈ ക്ലാസ് ഡിഫറൻസ് ആയിരുന്നു, ഈ സോഷ്യൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളായിരുന്നു. ഹായ്, വെൽക്കം ടു ട്രൂ എൻ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. ഫ്രഞ്ച് റവല്യൂഷനിലെ ഓൾഡ് റെജീം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, അതുപോലെ എന്താണ് നമ്മൾ നൊബിലിറ്റിക്കകത്ത് സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ വരുന്ന നൊബിലിറ്റി ഓഫ് സോർഡും നൊബിലിറ്റി ഓഫ് റോബും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഏരിയ ആയിരിക്കും, കുറച്ച് ഒരു കൺഫ്യൂഷനുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്കിന്ന് കവറപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് എപ്പോഴാണ്? 1789-99. അമേരിക്കൻ വിപ്ലവം കഴിഞ്ഞ് 6 കൊല്ലം കഴിയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് ഫ്രാൻസിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ എന്താണ്? അമേരിക്കൻ വിപ്ലവത്തിൽ സഹായിച്ച ഫ്രഞ്ചുകാർക്ക് കയ്യിൽ 7 Years വാർ കഴിഞ്ഞു, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. ഇതിൽ രണ്ടിലും പങ്കെടുത്ത് ഫ്രാൻസിൻ്റെ ഖജനാവ് കാലിയായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഫ്രാൻസിൻ്റെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തെ പഴയ വ്യവസ്ഥ അല്ലെങ്കിൽ ഓൾഡ് റെജീം എന്ന് പറയാറുണ്ട്. എന്താണ്? 3ആയിട്ട് വിഭജിക്കുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഓൾഡ് റെജീം എന്ന് പറയും. എന്താണ്? ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ ഇതിന് നമുക്കറിയാം ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? പുരോഹിതന്മാരാണ്. ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് അല്ലേ. ഇതിൽ ബിഷപ്പുമാരും പുരോഹിതന്മാരും തുടങ്ങിയ മതമേലധ്യക്ഷന്മാരൊക്കെയാണ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ്? പ്രഭുക്കന്മാരാണ്, നൊബിലിറ്റിയാണ് അല്ലേ. പ്രഭുക്കന്മാരാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, പ്രഭു കുടുംബത്തിൽ വരുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആരാണ്? സാധാരണക്കാരാണ്. ബാക്കി എല്ലാ ആൾക്കാരും എവിടാണ്? തേർഡ് എസ്റ്റേറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ഉൾപ്പെടാത്ത സാധാരണക്കാർ, ബാങ്കർ, ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇല്ലെങ്കിൽ ചുമട്ടുപടി എടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ബാക്കി സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കടയിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം എവിടെ ഉള്ളവരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ്. ഇനി നമുക്കിതിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് നോക്കാം. മിക്കവാറും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സംഭവമാണ് എന്താണ്? നൊബിലിറ്റി ഓഫ് റോബും നൊബിലിറ്റി ഓഫ് സ്വോർഡും. ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കോസസിൻ്റെ ഒരു കാരണം അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാരണം തന്നെയാണ് നൊബിലിറ്റി ഓഫ് റോബും നൊബിലിറ്റി ഓഫ് സ്വോർഡും. ആ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട് നൊബിലിറ്റി ഓഫ് സ്വോർഡ്, നൊബിലിറ്റി ഓഫ് റോബ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാന നമ്മൾ എല്ലാ സമൂഹത്തിലും കാണുന്ന ഒരു സവിശേഷതയാണ്. എപ്പോഴും മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്താഗ്രഹിക്കും? അപ്പർ ക്ലാസ്സിലേക്ക് എങ്ങനെയെങ്കിലും കടക്കാൻ ആഗ്രഹിക്കും. അതുപോലെ എന്താണ്? ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർ മിഡിൽ ക്ലാസ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഇത് തന്നെ ഫ്രാൻസിലും ഉണ്ടായിരുന്നു. അപ്പോഴും ഫ്രാൻസിൽ എന്താണ്? ഒരു പറ്റം ആൾക്കാർ കുറച്ച് പൈസ ഉണ്ടാക്കി അധ്വാനിച്ച് ഈ പൈസ കൊടുത്ത് പ്രഭുത്വം വാങ്ങുന്നു അല്ലേ. അവർ നൊബിലിറ്റി എന്ത് ചെയ്യുന്നു? വില കൊടുത്ത് വാങ്ങുന്നു. ഇവരറിയപ്പെടുന്ന പേരാണ് നൊബിലിറ്റി ഓഫ് റോബ് എന്നറിയപ്പെടും. എന്താണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പിന്നെ താഴേക്കിടയിലുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കി ആ പൈസ കൊടുത്ത് പ്രഭുത്വം വാങ്ങിയിരുന്നു ഒരു സമയത്ത്. അതിനെയാണ് നൊബിലിറ്റി ഓഫ് സ്വോർഡ് എന്ന് ഇവരെയാണ് വിളിക്കുന്നത്. നൊബിലിറ്റി ഓഫ് റോബ് എന്ന് വിളിക്കുന്നത് ഇവരെയാണ്. ഇനി അടുത്ത വാക്ക് നോക്കിക്കേ, നൊബിലിറ്റി ഓഫ് സ്വോർഡ്. ഇല്ല, ഇവിടെ നോക്കിയ വാള്, നൊബിലിറ്റി ഓഫ് സ്വോർഡ്. പണ്ട് മുതലേ പ്രഭുത്വമുള്ള ആൾക്കാർ അല്ലേ, പ്രഭു കുടുംബത്തിൽ വന്ന് പിറന്ന ആൾക്കാർ, ഇവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? പട്ടാളമുണ്ട് അല്ലെ. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ആർമി പോലെ കാണുമായിരിക്കും, ഇവർക്ക് കുറേ ലാൻഡുകൾ കാണുമായിരിക്കും. അപ്പം നോക്കി, ഇത് കുറേ കൂടി ഈ നമ്മുടെ സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും അപ്പർ ക്ലാസ് എന്ന് പറയാവുന്ന ആൾക്കാരാണ് നൊബിലിറ്റി ഓഫ് സ്വോർഡ്. അപ്പോൾ ഈ രണ്ടാൾക്കാരെ കുറിച്ച് ആലോചിക്കുക. നൊബിലിറ്റി ഓഫ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് പ്രഭുക്കന്മാരായിട്ട് വന്ന ആൾക്കാർ, അവർക്ക് വാളുണ്ട്, അധികാരമുണ്ട്, അവർക്ക് നിലമുണ്ട്, പട്ടാളമുണ്ട്. അതേസമയം നൊബിലിറ്റി ഓഫ് റോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോബിൾസ് തന്നെയാണ്, പക്ഷെ ഇവരെന്താണ്? ഇവർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്നൊക്കെ പലപ്പോഴും പൈസ കൊടുത്തിട്ട് നൊബിലിറ്റി വാങ്ങിയ ആൾക്കാരാണ്. ഇപ്പം നൊബിലിറ്റി ഓഫ് സ്വോർഡും നൊബിലിറ്റി ഓഫ് റോബും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ ഒരേ ക്ലാസ്സിൽ ഒരേ എസ്റ്റേറ്റിൽ ഇവർ നിൽക്കാൻ നേരത്ത് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു റീസൺ തന്നെയായിട്ട് മാറുന്നുണ്ട്. എന്താണ്? രണ്ടാമത്തെ എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള നൊബിലിറ്റി ഓഫ് സ്വോർഡും നൊബിലിറ്റി ഓഫ് റോബും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. എന്താണ് നൊബിലിറ്റി ഓഫ് റോബ്? എന്താണ് നൊബിലിറ്റി ഓഫ് സ്വോർഡ്?
ഇനി നമ്മൾ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ബൂർഷ്വാസി എന്ന് പറയും. ബൂർഷ്വാസി എന്താണ്? ബൂർഷ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂർഷ്വാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കുലംകുത്തികൾ എന്നൊക്കെ കേൾക്കാറില്ല. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. എന്താണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന ആൾക്കാരാണ്, തേർഡ് എസ്റ്റേറ്റുകാരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? തേർഡ് എസ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവർക്ക് മുന്നിലേക്ക് ഉയരണം, അതിനുവേണ്ടി സ്വന്തം കുലത്തെ കുത്തിയാലും കുഴപ്പമില്ല, മുകളിലേക്ക് പോകണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരെയാണ് ബൂർഷ്വാസികൾ എന്ന് വിളിച്ചിരുന്നത്. ബൂർഷ്വാസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി, നഗരവാസി എന്ന് പറയാം, ബൂർഷ്വാസി. അപ്പൊ നോക്കിയത് സെക്കൻഡ് എസ്റ്റേറ്റിലെ തേർഡ് എസ്റ്റേറ്റിന്റെ അകത്തുള്ള ആൾക്കാർ അല്ലെ, ഫസ്റ്റും സെക്കൻഡിന്റെയും കൂടെ നിൽക്കുന്നു, ഇവരെയാണ് ബൂർഷകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരുന്നേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഫ്രഞ്ച് സൊസൈറ്റി ഓൾഡ് റെജീം എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞു. സമൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? പുരോഹിതന്മാര്, ക്ലർജിയാണ്. സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ്? സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാര്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് രണ്ട് ഡിവിഷൻ ഉണ്ട്, നൊബിലിറ്റി ഓഫ് സ്വോർഡും നൊബിലിറ്റി ഓഫ് റോബും. നൊബിലിറ്റി ഓഫ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ പ്രഭുക്കന്മാരായിട്ട് വന്ന ആൾക്കാർ, പാരമ്പര്യമായിട്ട് പ്രഭുത്വമുള്ള ആൾക്കാർ. നൊബിലിറ്റി ഓഫ് റോബ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാർ. ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും വരുന്നു. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താണ്? ഇവിടെ ഒരു പേര് ഓർത്തിരിക്കുക, ബൂർഷ്വാസികൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കുലംകുത്തികൾ എന്നുള്ള പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഫ്രാൻസിൽ ഒരുപാട് ടാക്സുകളുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിയാലും അല്ലെ, തൈത് ഇല്ലെങ്കിൽ തെയില്, ഇങ്ങനെ ഒരുപാട് ബാനുവിൽ നിന്ന് കുറേ ടാക്സുകളുണ്ട്. അപ്പോൾ ഈ ടാക്സുകളൊക്കെ മെജോറിറ്റി ടാക്സുകൾ അടച്ചിരുന്നത് ആരാണ്? തേർഡ് എസ്റ്റേറ്റ് മാത്രമായിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഈവൻ ദോ കുറച്ച് ടാക്സ് ഒക്കെ അവർക്ക് അടയ്ക്കാനുണ്ടായിരുന്നെങ്കിലും ഇവരെന്ത് ചെയ്യുന്നു? എക്സംപ്റ്റഡ് ആവുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ സമൂഹത്തിൽ ടാക്സ് അടയ്ക്കുന്ന വിഭാഗം ഏത് എസ്റ്റേറ്റ് ആണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് മാത്രമായിരുന്നു. ഇതാണ് ഫ്രാൻസിലെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലേ. മൂന്നാമത്തെ എസ്റ്റേറ്റ് പണിയെടുക്കുന്നു, ഇവരെന്ത് ചെയ്യുന്നു? പൈസ, അവർക്ക് കിട്ടുന്ന പൈസ മൊത്തം അവർ ടാക്സ് അടയ്ക്കുന്നു. ഈ പൈസക്കാണ് രാജാവ് ലക്ഷറി ലൈഫ് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചു, ഓൾറെഡി നമ്മൾ കേട്ട് കാണും. എന്താണ്? രാജാവ് താമസിക്കുന്ന എവിടെ നിന്നാണ്? പാരീസിൽ നിന്ന് മാറിയിട്ട് ഫ്രാൻസിന്റെ കൊട്ടാരം, വേഴ്സൈൽസ് കൊട്ടാരമാണ്. എന്തുകൊണ്ടാണ് രാജാവ് പാരീസിൽ നിന്ന് മാറി താമസിക്കുന്നത്? പാരീസിലുള്ള പ്രശ്നങ്ങൾ, പാരീസിലെ സ്ലംസ്, അല്ലെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷമുണ്ടായ വൃത്തിയില്ലാത്ത സ്ഥലം, അവിടെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നു, സാധാരണക്കാർ താമസിക്കുന്നു. അപ്പോൾ അവിടുന്ന് മാറി, ഈ പ്രശ്നങ്ങളിൽ നിന്ന്, തിരക്കിൽ നിന്ന് മാറി, കുറച്ചുകൂടെ മാറി വേഴ്സൈൽസിൽ പോയിട്ട് രാജാവ് കൊട്ടാരം പണിയുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ നമുക്ക് വേറൊരു ലോകമാണ്, ലക്ഷറിയുടെ അങ്ങേയറ്റമുള്ള ലോകം. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റുകാരെന്താണ്? അവരും കുറെ കൂടി ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫാണ് കൊണ്ടുപോകുന്നത്. പ്രഭുക്കന്മാരാണെങ്കിലും ഈ പറഞ്ഞ ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്ന ക്ലർജി ആണെങ്കിലും എല്ലാം കുറെ കൂടി ലക്ഷറീസ് ലൈഫ് പോകുന്നു. ഇതേ സമയത്താണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ കയ്യിൽ പൈസയില്ല, ഉള്ള പൈസ മൊത്തം ഇവർ കപ്പം കൊടുക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, ആ പൈസയ്ക്ക് ബാക്കിയുള്ള ആൾക്കാർ പുട്ടടിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം ഫ്രാൻസിലെ. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഫ്രഞ്ച് റെവല്യൂഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. ഈ ക്ലാസ് ഡിഫറൻസ് ആയിരുന്നു, ഈ സോഷ്യൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫ്രഞ്ച് റെവല്യൂഷനിൽ പിന്നീട് വരുന്ന എന്താണ്? ടാക്സ് കൂട്ടാൻ വേണ്ടി ലൂയി 16 തീരുമാനിക്കുന്നു, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുവാണ്. എസ്റ്റേറ്റ് ജനറൽ 175 വർഷങ്ങളോളം വിളിക്കാതിരുന്ന എസ്റ്റേറ്റ് ജനറൽ വിളിക്കാനായിട്ട് രാജാവ് നിർബന്ധിതരാകുകയാണ്. അങ്ങനെയാണ് രാജാവ് എന്ത് ചെയ്യുന്നത്? എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നത്. അപ്പോൾ ഈ എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞ സംഭവം ഫ്രഞ്ച് റെവല്യൂഷനിലെ ഒരു കോർ ഐഡിയ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോൺസെപ്റ്റുമായി വീണ്ടും കാണാം.